പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു വിത്തിന്റെ കഥയാണ്. അതെ, അതാണ് ഊദ്രിയെഴുത്തിലിരുത്ത മുള. വിശേഷത്തിൽ ഈശോ പറഞ്ഞ വിധക്കാരന്റെ ഉപമ എല്ലാവർക്കും സുപരിചിതമല്ലേ? അത് പാഴായി പോയ വിത്തിന്റെ കഥയല്ല, മറിച്ച് പ്രതീക്ഷയുടെയും വിളവെടുപ്പിന്റെയും ആനന്ദത്തിന്റെയും വിജയത്തിന്റെയും സമൃദ്ധിയൊരുക്കിയ ദൈവകരം കൂടെയുണ്ടെന്നുള്ള കഥയാണ്. ഇതുപോലെ പ്രതീക്ഷയുടെ പൊൻകിരണമായി ഇറ്റലിയിലെ ബൂദ്രിയയിലെ മണ്ണിൽ 1847 ഫെബ്രുവരി 13 ഈ കൊച്ചു കഥ ആരംഭിക്കുന്നു. ജോസഫ് ബെർബിയേരിയയുടെയും ജസീന്തയുടെയും മകളായ ജെയിംസ് ക്ലേലിയ മരിയ റഹൻ എന്ന പേരിൽ മാമോദിസ സ്വീകരിച്ചു. വിശുദ്ധ ക്ലേലിയ തന്നിൽ അവതരിച്ച വചനത്തിന്റെ വിത്ത് വിധിക്കാൻ നല്ല നിലം കണ്ടെത്തി. ഇടവക ദേവാലയത്തോട് ചേർന്നിട്ടിലെടുത്ത മുള ഈശോയോടുള്ള സ്നേഹത്തിൽ വളർന്നു വലുതായി. കുഞ്ഞു ക്ലേലിയയുടെ ഉള്ളിൽ വിശുദ്ധയാകാനുള്ള ആഗ്രഹം വളരെ വലുതായിരുന്നു. സ്ഥൈര്യലേപനം കൂതാശയ്ക്ക് ഒരുങ്ങുമ്പോൾ അവളുടെ ഹൃദയത്തിൽ നിന്ന് ഒരു ചോദ്യം ഉയർന്നു വന്നു. അമ്മേ, എനിക്ക് എങ്ങനെയാണ് ഒരു വിശുദ്ധയാകാൻ കഴിയുക? എല്ലാവിധത്തിലും വിശുദ്ധ അമ്മയെ സഹായിച്ചിരുന്നു. അപ്പന്റെ മരണശേഷം വീട്ടുജോലികളും അനുജത്തിയുടെ സംരക്ഷണവും അവൾ സ്വയം ഏറ്റെടുക്കുന്നു. അയൽപക്കങ്ങളിലെ കുട്ടികളെ ദൈവസ്നേഹം വളർത്താൻ ദൈവത്തെ കുറിച്ച് പറഞ്ഞുകൊടുക്കും, പ്രാർത്ഥനകൾ പഠിപ്പിക്കും. അങ്ങനെ തന്റെ ജീവിതം പൂർണ്ണമായും ദൈവത്തിനർപ്പിക്കാനുള്ള ആഗ്രഹം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. പ്രാർത്ഥിക്കുന്നതിനും നന്മ ചെയ്യുന്നതിനുമായി 1868 മെയ് 1 തന്റെ 3 കൂട്ടുകാരുമൊത്ത് നല്ലൊരു സമൂഹം ആരംഭിച്ചു. ദൈവകൃപയുടെ കരുത്തിലും കരുതലിലും വളർന്ന ഈ ചെടിയെ കുറിച്ച് വിധക്കാരന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ചുറ്റുമുള്ളവരിൽ ക്രൈസ്തവ വിശ്വാസം ആഴപ്പെടാൻ വിശുദ്ധ ക്ലേലിയയുടെ ലാളിത്യവും എളിമയും പ്രാർത്ഥന ചൈതന്യവും സഹായം. രോഗാവസ്ഥയിലായിരുന്നപ്പോൾ അവൾ കൂട്ടുകാരോട് പറയുമായിരുന്നു, ഞാൻ ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല, എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. കൂടാതെ ധാരാളം പ്രവചനങ്ങളും അവൾ നടത്തി. അതെ, വിശുദ്ധ ക്ലേലിയയെ അവളുടെ 23-ാം വയസ്സിൽ 1870 ജൂലൈ 13 സ്വർഗീയ താതൻ തന്റെ പക്കലേക്ക് തിരിച്ചു വിളിച്ചു. അപ്പോഴേക്കും നല്ല തമ്പുരാൻ നട്ടുവളർത്തിയ ആ ചെടി കരുത്തോടെ വളർന്ന് പന്തലിച്ചിരുന്നു. ഇറ്റലിയിലെ ബൂദ്രിയയിലെ മണ്ണിൽ കിളിർത്ത മുള ഇന്ന് കേരള മണ്ണിലും വളർന്നു പന്തലിച്ചു. ജൂലൈ 13 വിശുദ്ധയുടെ തിരുനാൾ നാം ആചരിക്കുമ്പോൾ ഏവർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ നേരുന്നു. നമുക്കും ഈ കൊച്ചു വിശുദ്ധയുടെ മാധ്യസ്ഥം തേടാം. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് വലിയ വിശുദ്ധരാകാം. താങ്ക് യു.